മൂവാറ്റുപുഴയിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. ഈ പരിപാടി കഴിഞ്ഞ ആൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പറും തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആൾക്കാർ നാട്ടിലുള്ള എല്ലാ സകലമായ ആൾക്കാർ ഇവിടെ ഉള്ളപ്പോഴാണ് അവരോടൊക്കെ ചോദിച്ചു, നിങ്ങൾ വീഡിയോ എടുത്തോ? എടുത്തു. ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ വന്നു. സംഗതി സത്യ ഞങ്ങൾക്ക് എടുക്കുകയും ചെയ്താ. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊല്ലപ്പെട്ട അതിഥി തൊഴിലാളിയുടെ പെൺ സുഹൃത്തിന്റെ വീട്ടിലെത്തിച്ചാണ് ഇപ്പോൾ പ്രതികളെ തെളിവെടുക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരോട് വിശദീകരിക്കുകയാണ് പ്രതികൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂവാറ്റുപുഴയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അലി അക്ബർ ഷാ നൽകും വിവരങ്ങൾ. അലി, ഇപ്പോൾ പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ? എത്ര പേരെ ഇപ്പോൾ തെളിവെടുപ്പിനായി എത്തിച്ചിട്ടുണ്ട്? വിനീത, മൂവാറ്റുപുഴയിലെ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികളെ ഇപ്പോൾ വാളകത്തെ ഈ കൊല്ലപ്പെട്ട അതിഥി തൊഴിലാളിയുടെ സുഹൃത്തിന്റെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. ഈ വീട്ടിൽ നിന്നായിരുന്നു ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ 10 പ്രതികളാണ് പോലീസിന്റെ പിടിയിലുണ്ടായിരുന്നത്. ഈ 10 ഇപ്പോൾ ഇവിടെ തെളിവെടുപ്പിന് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രതികൾ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നും തങ്ങളെ കേസിൽ പെടുത്തി അടക്കമുള്ള പ്രതികരണങ്ങളാണ് പറയാൻ ശ്രമിച്ചത്. ഇപ്പോൾ നിലവിൽ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് പ്രതികൾ കൃത്യമായി ചോദിച്ചറിയുകയാണ് പോലീസ്. അല്പസമയം മുമ്പ് ഈ പഞ്ചായത്ത് അംഗം കൂടിയായിട്ട് ഒരാൾ ഈ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഈ കേസിൽ തങ്ങളെ പെടുത്തിയതാണ്, ഇത്തരത്തിൽ സംഭവമല്ല, ഈ മാധ്യമങ്ങളിൽ പറയുന്നത് പോലുള്ളൊരു സംഭവമല്ല ഈ നടന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ 10 പേരെയും ഇവിടെ തെളിവെടുപ്പ് തുടരുകയാണ്. ഈ വീട്ടിൽ വെച്ചായിരുന്നു ഈ പെൺകുട്ടിയെ കാണാനായി ഈ ഇതര സംസ്ഥാന തൊഴിലാളിയായ അശോക് ദാസ്. അതിനെ തുടർന്ന് ഇത്തരത്തിലൊരു തർക്കവും വാക്കേറ്റവും പിന്നീട് വലിയ രീതിയിലുള്ള ഒരു മർദ്ദനത്തിലേക്കും കാര്യങ്ങൾ പോകുന്നതും അശോക് ദാസ് ദൃശ്യങ്ങൾ പകർത്തിയ അശോക് ദാസ് എത്തിയപ്പോൾ അവരോട് അന്നത്തെ സംഭവങ്ങൾ, അന്ന് ദൃശ്യങ്ങൾ പകർത്തിയത് അടക്കമുള്ള സംഭവങ്ങൾ പോലീസ് ചോദിച്ചറിയുകയായിരുന്നു. മാരകമായ പരിക്കുകളായിരുന്നു അശോക് ദാസിന് ഏറ്റിരുന്നത്. തലയിലും അതുപോലെ തന്നെ നെഞ്ചിലും ആഴത്തിലുള്ള പരിക്കുകളായിരുന്നു അശോക് ദാസിന്റെ മരണത്തിന് കാരണമായത്. ഈ പരിക്കുകൾ എവിടെ നിന്ന് ഏറ്റു എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അറിയേണ്ടത്. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും പെൺകുട്ടികളുമായി അശോക് ദാസ് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു, ഒരു കയ്യാങ്കളി ഉണ്ടായിരുന്നുവെന്ന്. ശരി, ഇപ്പോൾ തെളിവെടുപ്പ് തുടരുകയാണ്. വീട്ടിനുള്ളിൽ വെച്ച് അശോക് ദാസും പെൺകുട്ടികളും തമ്മിൽ തർക്കമുണ്ടായെന്നാണ് പോലീസ് പറയുന്നത്. തർക്കത്തിനിടെ അശോക് ദാസ് ചില്ല് അലമാര ഇടിച്ചു തകർത്തപ്പോൾ കൈമുറിയുകയായിരുന്നു. ബഹളം കേട്ട് എത്തിയ നാട്ടുകാർ അശോക് ദാസിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. മർദ്ദനത്തിൽ അശോകിന്റെ ശ്വാസകോശം തകർന്നിരുന്നു. നെഞ്ചിലും തലയിലുമേറ്റ പരിക്കാണ് മരണകാരണമായത്. പ്രതികൾ അശോകിനെ കെട്ടിയിട്ട് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തി എന്ന് തന്നെയാണ് പോലീസ്, പ്രത്യേകിച്ച് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന DYSP വ്യക്തമാക്കുന്നത്. എന്നാൽ അലി, ഇപ്പോൾ ഈ പ്രതികൾ തെളിവെടുപ്പിനിടെ ഇതെല്ലാം നിഷേധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്, കേട്ടത് അവരുടെ വാക്കുകളിൽ നിന്നും. വിനീത, 10 പേരെയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ പ്രതികൾ കുറ്റം സമ്മതിച്ചു എന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ ഈ പ്രതികൾ കുറ്റം നിഷേധിക്കുകയാണ്. തങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നും ഈ രീതിയിലല്ല സംഭവമെന്നും തങ്ങളെ ഇതിൽ പെടുത്തിയതാണ് എന്നതടക്കമുള്ള പ്രതികരണങ്ങളാണ് അവർ നടത്തുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുൻ പഞ്ചായത്ത് അംഗവും അതുപോലെ ഒരു കുടുംബത്തിലെ 3 പേർ, അച്ഛനും 2 മക്കളും ഉൾപ്പെടെ 3 പേർ എന്നിങ്ങനെയുള്ള ആളുകൾ ആണ് ഈ 10 പേരിൽ ഉൾപ്പെടുന്നത്. ഇവരെല്ലാവരെയും ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. നമ്മൾ അല്പസമയം മുമ്പ് തെളിവെടുപ്പ് കണ്ട ഈ കൊല്ലപ്പെട്ട അശോക് ദാസിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും ഈ പ്രദേശം വരെ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന വാളകത്തെ ഈ റോഡിൽ വരെ അശോക് ദാസിനെ എത്തിച്ച് മർദ്ദിക്കുകയായിരുന്നു. ഇവിടെയാണ് അശോക് ദാസിനെ കെട്ടിയിട്ടത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഇരുമ്പ് തൂണിലാണ് അശോക് ദാസിനെ കെട്ടിയിട്ട് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ നിന്നാണ് ഏറ്റവും ഭീകരമാം വിധം മർദ്ദനമേറ്റത് എന്നും അശോക് ദാസ് പോലീസ് വ്യക്തമാക്കി. ഇപ്പോൾ അവിടെ തൂണിന്റെ അടുത്ത് കെട്ടിയിട്ട് പരസ്യ വിചാരണ നടത്തി ഇവർ എന്ന് തന്നെയാണ് പോലീസ് പറയുന്നതല്ലേ? എന്നിട്ട് അത് എങ്ങോട്ട് മറിഞ്ഞ് വീണോ അങ്ങോട്ട് ഒന്ന് മാറ്റി പിടിക്കണേ. അവ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് എങ്ങോട്ടാ മറിഞ്ഞത്? എങ്ങോട്ടാ? എങ്ങനെ മറിഞ്ഞു? ഏത് സൈഡിലേക്ക്? തല എങ്ങോട്ടായിരുന്നു? എങ്ങനെ കാണിക്കും? സൈഡിലേക്ക്. ഓക്കെ. വിനീത, നമ്മൾ പറഞ്ഞതുപോലെ ഈ കാണുന്ന ഇരുമ്പ് കമ്പിയിലാണ് അശോക് ദാസിനെ കെട്ടിയിട്ടിരുന്നത്. അതിനുശേഷം അബോധാവസ്ഥയിലായ അശോക് ദാസ്
അബോധാവസ്ഥയിലായ അശോക് ദാസ് മറിഞ്ഞു വീണത് എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതികളിൽ ഒരാൾ പോലീസിന് കാണിച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്ത് വരെ അശോക് ദാസിനെ മർദ്ദിച്ച് എത്തിച്ചു എന്നാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടെയാണ് മാരകമായ പരിക്കുകൾ, നെഞ്ചിനും അതുപോലെ തലയിലും അടക്കം മാരകമായ പരിക്കുകൾ അശോക് ദാസിന് ഏൽക്കുന്നത്. ഇപ്പോൾ പ്രതികളെ തെളിവെടുപ്പ് ഈ ഭാഗത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി വീണ്ടും വാഹനത്തിൽ കയറ്റിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞത് 10 പ്രതികളും ഈ കുറ്റം സമ്മതിച്ചു എന്നുള്ളതായിരുന്നു. പക്ഷേ പൂർണ്ണമായും തങ്ങളിത് ചെയ്തിട്ടില്ല എന്ന് കുറ്റം നിഷേധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തങ്ങളെ ഇതിൽ പെടുത്തിയതാണ് എന്നതടക്കമുള്ള വാദങ്ങളാണ് പ്രതികൾ പ്രധാനമായും പറയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പോലീസ് വാഹനം നിർത്തിയിട്ടിരിക്കുന്ന റോഡിലടക്കം അശോക് ദാസിന്റെ രക്തക്കറയുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചതാണ്. ഈ ഭാഗത്തോടു കൂടിയെല്ലാം അശോക് രക്തം വാർന്ന നിലയിൽ ഓടിയെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പദൂരം അപ്പുറത്തായി രക്തം തളം കെട്ടിക്കിടക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന റോഡിന്റെ മറുവശത്തുള്ള വീടുകളുടെ പുറകിലുള്ള മരങ്ങളിലടക്കം അശോകിന്റെ രക്തം പറ്റിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ അശോകിന്റെ ഈ പെൺസുഹൃത്തിന്റെ വീട്ടിലും പരിസരത്തും അതുപോലെ തന്നെ അശോകിനെ കെട്ടിയിട്ട് മർദ്ദിച്ച ഈ ഇരുമ്പ് തൂണിന് പരിസരത്തും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ് പോലീസ്. തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ സംഭവ സ്ഥലത്തു നിന്നും പോലീസ് പ്രതികളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാരകമാവിധം പരിക്കേറ്റിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ ഈ പ്രദേശങ്ങളിൽ തന്നെ വീട്ടിൽ നിന്നും റോഡിൽ എത്തുന്നത് വരെ ഇയാളെ മർദ്ദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ആ തൂണിൽ കെട്ടിയിട്ട് പരസ്യ വിചാരണ നടത്തുകയും ചെയ്തു. അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്.